സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിക്ക് ചെയ്യാൻ നട്ടലില്ലാത്ത കാര്യം, നരേന്ദ്രമോദി ചെയ്യേണ്ടതായ കാര്യം രാഹുൽ ഗാന്ധി തൻ്റെ ഇടത്തോടെ യാതൊരു കൂസലുമില്ലാതെ ചെയ്തു എന്ന് പറഞ്ഞാൽ മോദിയുടെ 56 ഇഞ്ച് നെഞ്ച് എവിടെയാണ് എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടതാണ്. ഇന്റർനാഷണൽ തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ ശക്തരായ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അതിനെക്കുറിച്ച് ശക്തമായി ഔദ്യോഗികമായ പ്രസ്താവന ഇറക്കും. എന്നാൽ ട്രംപ് വെനസ്വേലയിൽ കയറി ചെന്ന് അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചെടുത്ത് അമേരിക്കയിൽ ജയിലിൽ അടച്ചപ്പോൾ പ്രതികരിക്കാത്ത ഒരേ ഒരു ലോക നേതാവ് ആരാണ് എന്നറിയാമോ? അതെ, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന, അയാൾ അറിയാതെ ലോകത്ത് ഒരു ഇല പോലും അനങ്ങുകയില്ല എന്ന് സ്വയം പറയുന്ന വിശ്വഗുരു. എന്നാൽ 56 ഇഞ്ച് നെഞ്ചളവ് ഇല്ലെങ്കിലും ബോധവും ബുദ്ധിയും വിവരവും സംസ്കാരവും ഉള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദി ചെയ്യേണ്ട കാര്യം ചങ്കൂറ്റത്തോടെ ചെയ്തു. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയുടെ പകുതി മാത്രം വലിപ്പമുള്ള സിംഗപ്പൂർ വരെ ശക്തമായി പ്രതികരിച്ചപ്പോഴാണ് വിശ്വം നിയന്ത്രിക്കുന്ന വിശ്വഗുരുവിന്റെ നാവ് പൊങ്ങാത്തത്. മുൻപ് വിദേശകാര്യമന്ത്രി ജയശങ്കർ മോദി വിശ്വഗുരുവാണ് എന്ന് സ്ഥാപിക്കാൻ പറഞ്ഞ ഭൂലോക വിഡ്ഢിത്തവും രാഹുൽ ഗാന്ധി അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തെക്കുറിച്ച് ഒരു രാജ്യനേതാവിന് ചേർന്ന രീതിയിൽ ശക്തമായി പ്രതികരിച്ചതും ഇന്ത്യയുടെ ലജ്ജിപ്പിക്കുന്ന ഔദ്യോഗിക പ്രതികരണവും കുഞ്ഞൻ രാജ്യമായ സിംഗപ്പൂരിന്റെ ശക്തമായ പ്രതികരണവും നമുക്ക് അവലോകനം ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം ജയശങ്കർ 2014 മോദി വിശ്വഗുരുവാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ ലോകോത്തര കള്ളവും വിഡ്ഢിത്തവും കേട്ടുകൊള്ളൂ. ഇന്ത്യ ടുഡേയുടെ 2024 ജനുവരി 13 വാർത്തയാണ് ഇത്. ഇന്ത്യയോട് ചോദിക്കാതെ ലോകത്തിലെ ഒരു പ്രധാന കാര്യവും തീരുമാനിക്കുകയില്ല എന്ന് ജയശങ്കർ പറഞ്ഞു. എഴുതിയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ ശനിയാഴ്ച പ്രസ്താവിച്ചു. ലോകം ഇപ്പോൾ ഇന്ത്യയെ ഒരു പ്രധാന പ്ലെയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ലോകത്തെ എല്ലാ പ്രധാന തീരുമാനങ്ങളും ഇന്ത്യയോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ലോക നേതാക്കൾ എടുക്കുകയുള്ളൂ എന്ന്. താഴെ വാർത്തയുടെ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പരിപൂർണമായി മാറിയിരിക്കുകയാണ്. അതായത് ഇയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ട്രംപ് വെനസ്വേലയിൽ കയറി പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിക്കുന്നതിന് മുൻപ് മോദിയോട് അനുവാദം ചോദിച്ചു. മോദി, ഞാൻ വെനസ്വേലയിൽ കയറി പ്രസിഡന്റിനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ ജയിലിൽ അടയ്ക്കുന്നത് സമ്മതിക്കാമോ? ഒരുപക്ഷെ മോദി എന്നായിരിക്കില്ല, സാർ മോദി സാർ, താങ്കൾ അനുവദിച്ചാൽ മാത്രമേ ഞാൻ വെനസ്വേലയിൽ കയറി ആക്രമിക്കുകയുള്ളൂ. ഉടനെ മോദി ട്രംപിന് അനുമതി കൊടുത്തു. അരേ ട്രംപ്, മേ ഇജാസത്ത് ദേത്താ ഹൂം. ഒരുപക്ഷെ മോദി ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും പറഞ്ഞത്. ഓക്കെ സൺ ട്രംപ്, ഐ വിൽ ഗിവ് യു പെർമിഷൻ ടു ക്യാപ്ചർ മഡൂറോ ആൻഡ് ഹിസ് വൈഫ്. ഗോ എഹെഡ് ആൻഡ് പ്രൊസീഡ്. അങ്ങനെ അനുവാദം കൊടുത്തപ്പോൾ ട്രംപ് നന്ദി പറഞ്ഞു. താങ്ക് യു ഗുരുജി ഫോർ അലോവിങ് മീ. അതിനുശേഷമാണ് ട്രംപ് ആക്രമിച്ച് പ്രസിഡന്റിനെ കുറ്റവാളിയായി പിടിച്ചുകൊണ്ടുവരുന്നത്. ശരിയല്ലേ ജയശങ്കര? മോദി അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ട്രംപ് ഇങ്ങനെ ചെയ്തത് അല്ലേ? ഇനി മോദിയും ഇന്ത്യ ഗവൺമെന്റും ചെയ്യേണ്ട കാര്യം രാഹുൽ ഗാന്ധി ശക്തമായി ചെയ്തത് കാണേണ്ടത് തന്നെയാണ്. ഇങ്ങനെയാണ് ശക്തരായ ലോക നേതാക്കൾ പ്രതികരിക്കുന്നത്. വെനസ്വേലയെ ട്രംപ് ആക്രമിച്ചതിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവരുടെ ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വഴി ഇറക്കിയത്. ഇന്റർനാഷണൽ നിയമങ്ങളുടെ തത്വത്തെയും UN-ന്റെ ചാർട്ടറിൽ ലിഖിതമായ നിരവധി രാജ്യാന്തര കരാറുകളെയും ലംഘിക്കുന്നതായ വെനസ്വേലയ്ക്കെതിരെ കഴിഞ്ഞ 48 മണിക്കൂറായി അമേരിക്ക എടുത്ത ഏകപക്ഷീയമായ നടപടികളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതീവ ആശങ്ക രേഖപ്പെടുത്തുന്നു. ദേശീയ പരമാധികാരത്തോടുള്ള ആദരവും സമാധാനത്തോടെയുള്ള സഹവർത്തിത്വവും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലോകക്രമത്തിന്റെ അടിസ്ഥാന ശിലയാണ്. ഐക്യരാഷ്ട്രസഭയുടെ വ്യക്തമായ അനുമതിയില്ലാതെ ഇവയെ മറികടന്ന് നടത്തുന്ന ഏതൊരു നടപടിയും ഭരണകൂട നിയമങ്ങളുടെ പുനരുജ്ജീവനത്തിന് ഭീഷണിയാവുകയും ആഗോള സുസ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള സ്ഥിരമായ പരമാധികാര തത്വങ്ങൾ ഉറപ്പു നൽകുന്നത് പോലെ വെനസ്വേലയിലെ ജനങ്ങളുടെ താല്പര്യത്തിന് ഏറ്റവും ഉയർന്ന പരിഗണന നൽകുകയും വെനസ്വേലയുടെ വിഭവങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. എത്ര ശക്തവും മനോഹരവുമായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് കണ്ടല്ലോ. എത്ര ഉന്നതമായ ലാംഗ്വേജ് ആണ് എന്നും മനസ്സിലായല്ലോ. ഇവിടെ വെനസ്വേലയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ കടന്നുകയറ്റത്തിൽ
അതീവ ആശങ്ക രേഖപ്പെടുത്തുന്നു എന്ന് അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. അതുപോലെ ഇന്റർനാഷണൽ നിയമങ്ങൾ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നും വെനസ്വേലയിലെ വിഭവങ്ങൾ അവരുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണമെന്നും അവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് മാത്രമായിരിക്കണം പരിഗണന കൊടുക്കേണ്ടത് എന്നും വ്യക്തമായി ശക്തമായി പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് വരേണ്ടത്. എന്നാൽ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന വിശ്വഗുരു ഒരു വാക്ക് പറഞ്ഞില്ല, അനുകൂലിച്ചാണെങ്കിലും പ്രതികൂലിച്ചാണെങ്കിലും. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതികരണം എന്താണ് എന്ന് കാണേണ്ടേ? ഒരു അഡ്വൈസറിയാണ് ഇറക്കിയത്. ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെന്റ് കാരണം അവിടേക്കുള്ള എല്ലാ അത്യാവശ്യമില്ലാത്ത യാത്രകളും ഇന്ത്യക്കാർ ഒഴിവാക്കണമെന്ന്. വെനസ്വേലയിലെ ഡെവലപ്മെന്റ്, ഇന്ത്യക്കാർ അത്യാവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കണം. കോൺഗ്രസിന്റെ ശക്തവും വ്യക്തവുമായ മറുപടി വന്നപ്പോൾ പിറ്റേ ദിവസം 4-ാം തീയതി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇറക്കിയ പ്രസ് റിലീസാണ് ഇത്. ഇന്ത്യയുടെ പ്രസ്താവനയല്ല, മറിച്ച് ഒരു പ്രസ് റിലീസ്. അതിൽ പറഞ്ഞിരിക്കുന്നത് വെനസ്വേലയിൽ ഉണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ഡെവലപ്മെന്റ്സ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ടായ സംഭവവികാസങ്ങൾ ആശങ്കാജനകമാണ്. ഉരുത്തിരിഞ്ഞു വരുന്ന ഈ സാഹചര്യത്തെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലയിലെ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു. ഈ കാര്യങ്ങൾ സമാധാനപരമായി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും ഉറപ്പുവരുത്തണമെന്നും ബന്ധപ്പെട്ട പാർട്ടികളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. എന്തൊരു അഴകുഴമ്പൻ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് അല്ല, പ്രസ് റിലീസാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള ധൈര്യം പോലുമില്ല. ഇറക്കിയ പ്രസ് റിലീസിൽ അമേരിക്കയുടെ പേര് മെൻഷൻ ചെയ്യുന്നതേയില്ല. അമേരിക്ക എന്ന വാക്ക് പറയാൻ മോദിക്കും കൂട്ടർക്കും നാവ് പൊങ്ങുകയില്ല. വെനസ്വേലയ്ക്കെതിരെ നടത്തിയ നടപടി എന്ന് പോലും പറയുന്നില്ല. വെനസ്വേലയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ, പിന്നെ ബന്ധപ്പെട്ട പാർട്ടികൾ ചർച്ചയിലൂടെ സമാധാനപരമായി പരിഹരിക്കണമെന്ന്. ആരാണ് ബന്ധപ്പെട്ട പാർട്ടികൾ? അവിടെയും ബന്ധപ്പെട്ട പാർട്ടികൾ അമേരിക്കയാണ്, അല്ലെങ്കിൽ അമേരിക്കയും വെനസ്വേലയുമാണ് എന്ന് പറയാനും വിശ്വഗുരുവിന് നട്ടല്ലില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊള്ളൂ. വെനസ്വേലയിൽ നടന്ന സംഭവ വികാസങ്ങൾ, ബന്ധപ്പെട്ട പാർട്ടികൾ. കോൺഗ്രസ് പറഞ്ഞത് വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക നടത്തിയ ഏകപക്ഷീയമായ നടപടി. അപ്പോൾ ഭക്തന്മാർ പറയും മോദി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന്. ഡിപ്ലോമാറ്റിക് അല്ല, നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയും തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകവുമാണ് എന്നുള്ളതാണ് കാരണം. ലോകത്തിലെ ഒരൊറ്റ രാജ്യം പോലും ഇത്രയും അഴകുഴമ്പൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ല. വെനസ്വേലയുടെ പേര് 2 ഇടത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. എന്നാൽ ആക്രമണം നടത്തിയ അമേരിക്കയുടെ പേര് പരാമർശിച്ചാൽ വർഷങ്ങളോളം നിർത്താതെ മുള്ളും ഇവർ. ഇതേ സമയത്ത് ആലപ്പുഴയുടെ പകുതി മാത്രം വലിപ്പമുള്ള സിംഗപ്പൂർ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് കണ്ടോ? അമേരിക്ക ജനുവരി 3, 2026 വെനസ്വേലയിൽ നടത്തിയ ഇടപെടലിൽ സിംഗപ്പൂർ അതിയായ ആശങ്ക രേഖപ്പെടുത്തുന്നു. രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ചെറിയ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും അതിർത്തിയെയും കാത്തുരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ, UN ചാർട്ടറിന്റെ തത്വങ്ങൾ എന്നിവയോട് സിംഗപ്പൂർ അഗാധമായി പ്രതിബദ്ധത പുലർത്തുന്നു. ഇരു കക്ഷികളും സംയമനം പാലിക്കണം എന്ന് സിംഗപ്പൂർ പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമത്തിന്റെയും UN ചാർട്ടറിന്റെയും അടിസ്ഥാനത്തിൽ സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ആദ്യത്തെ സെന്റൻസിൽ തന്നെ അമേരിക്കയെ പേരെടുത്ത് വിമർശിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഇടപെടലിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തുന്നു എന്ന്. അന്താരാഷ്ട്ര നിയമങ്ങളും UN ചാർട്ടറിന്റെ തത്വങ്ങളും അനുസരിച്ച് സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഏതാണ്ട് കോൺഗ്രസ് പുറപ്പെടുവിച്ച പ്രസ്താവനയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആണ് സിംഗപ്പൂരിൻ്റെയും. എന്നാൽ നോൺ ബയോളജിക്കൽ 56 ഇഞ്ച് ലോകത്ത് എന്ത് പരിപാടി നടത്തുന്നതിനും മുൻകൂട്ടി നേതാക്കൾ കൺസൾട്ട് ചെയ്യുന്ന വിശ്വഗുരു അമേരിക്ക എന്ന പേര് എടുത്തു പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. വെനസ്വേലയിൽ നടന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. ഒരു അന്താരാഷ്ട്ര നിയമങ്ങളും UN ചാർട്ടറിന്റെ തത്വങ്ങളും പാലിക്കണം എന്ന് പറഞ്ഞില്ല. ഇങ്ങനെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, ഞാൻ എല്ലാം വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു നിന്നിട്ടും ട്രംപ് ഒരു ട്രേഡ് ഡീൽ പോലും തന്നില്ല. പിന്നെ എന്തിനാണ് വെളുമ്പരുടെ മുന്നിൽ ഇതുപോലെ നാണമില്ലാതെ നട്ടെല്ലു കുനിക്കുന്നത്? എന്തിനാണ് ട്രംപിനെ ഇത്ര പേടിക്കുന്നത്? രാഹുൽ ഗാന്ധി ശക്തമായി പറഞ്ഞത് കണ്ടുപഠിക്കുക. അത് കണ്ടുപഠിക്കുകയില്ല. കണ്ടുപഠിക്കണമെങ്കിൽ തൻ്റെ ഇടം വേണം, വിവേകം വേണം. ഇത് സ്വയം ഉണ്ടാവുന്നതാണ്. മോദിക്ക് ഇനിയത് ഉണ്ടാവാനും പോകുന്നില്ല. ഇനിയെങ്കിലും തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത മന്ദഭക്തർ അല്പമെങ്കിലും വെളിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുക.